അതിന് ആ വഴിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അത് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് തൽക്കാലം അത്രയും. നാളെ ഞാൻ ഇതിനായിട്ട് ഡൽഹിക്ക് പോവുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ SUCIയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാരും തമ്മിൽ ഇരട്ടത്താപ്പിന്റെ കാര്യത്തിൽ ഒരു മത്സരം നടക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് രണ്ടാം ദിനം സുരേഷ് ഗോപി ഈ ആശാ വർക്കർമാരുടെ സമരപ്പന്തൽ സന്ദർശിച്ചതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇന്നും സുരേഷ് ഗോപിക്കെതിരെയോ കേന്ദ്ര സർക്കാരിനെതിരെയോ ഒരു പ്രതിഷേധമോ ഒരു മുദ്രാവാക്യം വിളിയോ ഈ ആശാ വർക്കർമാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ സുരേഷ് ഗോപിയെ പതിവ് പോലെ വലിയ സ്വീകരണത്തോടെയാണ് ഈ ആശാ വർക്കർമാർ എതിരേറ്റത്. ആശാ വർക്കർമാരുടെ ഈ ഇരട്ടത്താപ്പും സുരേഷ് ഗോപിയുടെ ഇരട്ടത്താപ്പും ഒരേ സമയം ചർച്ചയാവുന്നുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ ഈ നിമിഷം വരെ ആശാ വർക്കർമാരെന്ന് നമ്മൾ വിളിക്കുന്ന ആശാ സ്കീമിലെ പ്രവർത്തകരെ വോളണ്ടിയർമാരായി മാത്രമാണ് കണക്കാക്കുന്നത്. അവർക്ക് കേവലം 2000 രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വേതനം. ബാക്കി അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും സംസ്ഥാന സർക്കാർ നൽകുന്നതാണെന്നിരിക്കെ, അതിലും രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഓണറേറിയം ആശാ വർക്കർമാർക്ക് നൽകുന്ന സംസ്ഥാനം അത് കേരളമാണെന്നിരിക്കെ, അവിടെ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം ആശാ വർക്കർമാർ സംഘടിപ്പിക്കുമ്പോൾ അവിടേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയായി ഒരു കേന്ദ്രമന്ത്രി എത്തിയിട്ടും ആ മന്ത്രിയെ ആശാ വർക്കർമാർ അഖിലേന്ത്യാ തലത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളൊന്ന് ബോധിപ്പിക്കാൻ പോലും ഈ ആശാ വർക്കർമാർ തയ്യാറാവുന്നില്ല എന്നത് വ്യക്തമാണ്. സുരേഷ് ഗോപി ഇന്ന് പതിവ് പോലെ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് മടങ്ങിയത്. താൻ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുമായി ചർച്ച നടത്തും, പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും, ഇങ്ങനെ പതിവ് വാഗ്ദാനങ്ങളെല്ലാം സുരേഷ് ഗോപി ഇന്നും നൽകുകയുണ്ടായി. നമുക്ക് സുരേഷ് ഗോപി ഇന്ന് സമരപ്പന്തലിൽ എത്തിയതിൻ്റെയും ആശാ വർക്കർമാർ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ സുരേഷ് ഗോപിയെ സ്വീകരിച്ചെന്നതിൻ്റെയും ദൃശ്യങ്ങൾ പൂർണ്ണമായൊന്ന് കാണും. തണുപ്പിക്കണം അല്ലേ? പ്രകൃതി തന്നെ തണുപ്പിക്കുകയാണ്. പക്ഷെ അവരുടെ സമരത്തിന്റെ വീര്യം കുറച്ച് കടുപ്പാണ്. ഈ സമരം ചെയ്യുന്ന ആളുകൾ നനയാതിരിക്കാൻ വേണ്ടി കെട്ടിയ പന്തൽ വരെ അഴിച്ചു മാറ്റി. അല്ല, അതൊക്കെ സർക്കാർ സംവിധാനത്തിന്റെ തീരുമാനം. അതൊന്നും ചോദ്യം ചെയ്യാനില്ല. ഞാൻ വന്ന് അവർക്ക് അവരുടെ ദേഹത്തിട്ടിരിക്കുന്ന ഇതൊന്നും ഇനി ആരും അഴിച്ചു കളയത്തില്ലല്ലോ. അപ്പോൾ അതിന് ആ വഴിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അത് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് തൽക്കാലം അത്രയും. നാളെ ഞാൻ ഇതിനായിട്ട് ഡൽഹിക്ക് പോവുകയാണ്. സംസാരിക്കണം. അത് നഡ്ഡാജിയായിട്ട് സംസാരിക്കണം. അത് കഴിഞ്ഞ് ആവശ്യമാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ സംസാരിച്ച് എന്താണെന്ന് നോക്കണം. ഇതെവിടെയൊക്കെ ഇങ്ങനെയുള്ള സമരങ്ങൾ നടക്കുന്നു, ഒരു പരിഹാരം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഈ പറഞ്ഞ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അടക്കമുള്ള സംവിധാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കാൻ. എനിക്ക് തോന്നുന്നു പത്രസമൂഹം ഒരു സമരം തുടങ്ങി വെച്ച് ഇത് ഇവർക്ക് നേരിട്ട് ഒരു ഇടയാളുമില്ലാതെ ഒരു ദല്ലാളുമില്ലാതെ ഇവരുടെ കയ്യിൽ കൃത്യമായിട്ട് ദിവസാടിസ്ഥാനത്തിലോ മാസാടിസ്ഥാനത്തിലോ എത്തിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി നിങ്ങൾക്കും ഉണ്ടൊരു പ്രതിബദ്ധത. നിങ്ങളും അത് ചെയ്യണം. വാർത്തകൾ കൊടുക്കുന്നതല്ല, പ്രതിവിധി, സൊല്യൂഷൻ. അതെ, അതും സൊല്യൂഷനും സജസ്റ്റ് ചെയ്യണം. ഇതൊരു സൊല്യൂട്ടറി മെത്തേഡാണ്. അത് ചെയ്യും. അപ്പോൾ പിന്നെ അവർക്ക് കുടിശ്ശികയൊന്നും വരത്തില്ല. കുടിശ്ശിക വരുന്നോണ്ടല്ലേ കടം വാങ്ങുന്നത്.